ഹായ് അസ്സാം വലൈക്കും. നമ്മളിന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വൈകുന്നേരത്തെ ഡിഷാണ് ഉണ്ടാക്കുന്നത്. പഴം കൊണ്ടൊക്കെയാണ്, നല്ല ഹെൽത്തി ആയൊരു ഐറ്റം കൂടിയാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുക. ഇതിനായിട്ട് ഞാനിപ്പോൾ 4 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പഴുപ്പുള്ള ഏത്തപ്പഴമാണ്. നമുക്ക് എല്ലാത്തിനും തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് മുറിച്ചെടുക്കാം. എല്ലാതൊന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഒന്ന് മാറ്റി വെക്കാം മുറിച്ചിട്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് മുട്ടയാണ് വേണ്ടത്. 4 മുട്ടയാണ് നമുക്ക് വേണ്ടത്. അതും കൂടി ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഇനി നമ്മൾ എളുപ്പമായിട്ട് തന്നെ ഉണ്ടാക്കുന്നത്, മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പഴം കൂടി ഇട്ട് കൊടുക്കാം. ആ 4 ഏത്തപ്പഴം നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പൊട്ടിച്ച് വെച്ച 4 മുട്ടയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/4 കപ്പോളം, ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം. ഇനി നമുക്ക് തിളപ്പിച്ചാറിയ പാല്, ചൂടൊന്നും ഇല്ലാത്ത പാല്, ഒരു 400 ml നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അത് അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാനിലേക്ക് ചൂടായതിന് ശേഷം ഒരു 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് മെൽറ്റാക്കി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ലവണ്ണം മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്നൊരു 8 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ട്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ട്രേയിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഫുള്ള് ഭാഗത്തൊന്ന് ചുറ്റിച്ചെടുക്കാം. നല്ലവണ്ണം ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ച് ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വൈകുന്നേരത്തെ സ്നാക്കൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. നല്ല ഹെൽത്തിയാണ്. മുട്ടയും അതേപോലെ ഏത്തപ്പഴമൊക്കെ ആയതുകൊണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്യണം. ഒരു പാത്രത്തിൻ്റെ മൂടി കൊണ്ടോ ടൈറ്റായിട്ട്, അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ കൊണ്ടോ കവർ ചെയ്ത് വെക്കാം. ഇതുപോലെ വെള്ളം വെച്ചിട്ട് തിരികെ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കേണ്ടത്. 40 to 50 മിനിറ്റാണ്. ഇപ്പോൾ ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ ഒന്ന് കുത്തി നോക്കിയതിന് ശേഷം നമുക്കിത് എടുത്താൽ മതി. നമുക്കിതൊന്ന് ചെറു ചൂടോടെ തന്നെ നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഈ ഒരു കാരമലും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു അടിപൊളി കേക്കിന്. മുട്ടയും അതേപോലെ ഏത്തപ്പഴം ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ലൊരു ഐറ്റമാണിത്. പാലും ഒക്കെ ഉണ്ട് ഇതിൽ. ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ. സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തവർ എന്തായാലും കമൻസൊക്കെ അറിയിക്കുക. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം.